വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകിനെ കുറിച്ചുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉപ്പും മുളകും അതിൻ്റെ പതനത്തിലോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പലരുടെയും ചോദ്യം. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടാഴ്ചയായിട്ട് വരുന്ന എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലായി കാണും, കണ്ടിന്യൂസ് ആയിട്ട് എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലായി കാണും ഈ രണ്ടാഴ്ച മാത്രം ഉപ്പും മുളകിൽ വന്ന മാറ്റങ്ങൾ. അതായത് രണ്ടാഴ്ച മുന്നേ വരെ അടിപൊളി വേറെ ലെവൽ എപ്പിസോഡുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ടായിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ചന് മുമ്പത്തെ തിങ്കളാഴ്ച വന്ന എപ്പിസോഡുകൾ തൊട്ട് അങ്ങനെ എക്സ്ട്രാordinary ഒരു നല്ലൊരു എപ്പിസോഡ് പറയാനൊന്നുമില്ല. ഒക്കെ ഒരു ആവറേജ്, ബിലോ ആവറേജ്, എബോ ആവറേജ് എപ്പിസോഡുകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എപ്പിസോഡുകളൊന്നും അങ്ങനെ എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്നില്ല, അത്രത്തോളം ഫണ്ണി ആയിട്ടുള്ള എപ്പിസോഡുകൾ വരുന്നില്ല. മാത്രമല്ല അധികം ആർട്ടിസ്റ്റുകൾ പോലും ഇപ്പോൾ മുളകിലില്ല. ഇപ്പോൾ ആകെയുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയാനുള്ളത് ബാലുവും നീലുവും കേശുവും ഹൈമോദി രാംകുമാറും തീയും പിന്നെ പാറുക്കുട്ടിയുമാണ്. മാറി നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ പറയാൻ ലച്ചുവും ശിവാനിയും മാത്രമേ ഉള്ളൂ. എങ്കിലും അവരുടെ കുറവ് ഭയങ്കരമായിട്ട് ഇപ്പോൾ മുളകിൽ അറിയുന്നുണ്ട്. എന്തിനാണ് ഇവർ മാറി നിൽക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. അതിൽ ശിവാനിയുടെ കാര്യം ഏകദേശം അറിയാം. ലച്ചു നമ്മൾ ജോയിൻ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇതുവരെ ഇപ്പോൾ മുളകുമായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് അവസാനം അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഈ ഒരു സിനാരിയോയിൽ കണ്ടൻറ്റുകൾക്ക് ഭയങ്കരമായിട്ട് ക്ഷാമമുണ്ട്. കാരണം ആർട്ടിസ്റ്റുകൾ കുറഞ്ഞതുകൊണ്ട് തന്നെ മെയിൻ കണ്ടൻറ്റായിട്ട് ഹൈമോദി രാംകുമാറേയും വെച്ച് കൊണ്ടുപോകുമ്പോൾ അത് ഓഡിയൻസിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാക്സിമം പാറമട കണ്ടൻറ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും വെറും 3 ആർട്ടിസ്റ്റുകളുടെ കണ്ടൻറ്റ് വെച്ച് എത്രത്തോളം ഓട്ടാൻ പറ്റുമെന്നുള്ളത് അസാധ്യമാണ്. അതിൻ്റെ ഒരു കുറവ് ഇപ്പോൾ അറിയുന്നുമുണ്ട്. ഇപ്പോഴൊക്കെയാണ് ശരിക്കും മുടിയൻ എന്നൊരു ക്യാരക്ടറെ മിസ് ചെയ്യുന്നത്. ബാലു ഇതിനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടിയൻ വന്നു കഴിഞ്ഞാൽ അവരുടെയും കണ്ടൻറ്റുകൾ കുറേ വരും എന്നുള്ളത്. ആ ഒരു കണ്ടൻറ്റിൻ്റെ മിസ്സിങ് ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. മാത്രമല്ല പുറത്തും ഉപ്പുമുളകും അകത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോമോൻ്റെ സൈഡും ഭയങ്കരമായിട്ടുള്ളൊരു വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പുമുളകിൻ്റെ പ്രോമോ ഇപ്പോൾ വരുന്നത് തന്നെയില്ല. ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ എപ്പിസോഡ് കഴിഞ്ഞ ഉടൻ തന്നെ ടി വിയിലൊരു പ്രോമോ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അന്നേ ദിവസം ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഒരു ഫുൾ ലെങ്ത് പ്രോമോയും കൂടി റിലീസാക്കും. കൂടാതെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വോയിസ് ഓവർ പ്രോമോയും റിലീസാക്കും. പക്ഷേ ഇപ്പോൾ ആകെ ഉള്ളത് ആ ഒരു വോയിസ് ഓവർ പ്രോമോ ആണ്. ടി വി പ്രോമോവും ഇല്ല, ഫുൾ ലെങ്ത് പ്രോമോവും ഇല്ല. ബാക്കി എല്ലാ പരിപാടിയുടെയും പ്രോമോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഉപ്പുമുളകിൻ്റെ ഇത് മാത്രം പ്രോമോ വരുന്നതിനില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്ലവേഴ്സ് ടീം ഉപ്പുമുളകിനെ എങ്ങനെ ഒഴിവാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു പരിപാടി അത് അവസാനിപ്പിക്കാൻ പോകുമ്പോൾ അവസാനിക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഉപ്പുമുളകും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഫ്ലവേഴ്സിന് തന്നെ ഏറ്റവും വലിയ ഹിറ്റ് പരിപാടിയിലൊന്നാണ് ഉപ്പുമുളകും എന്ന് പറയുന്നത്. ആ ഒരു പരിപാടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് പരിപാടി അവസാനിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയതുപോലെയാണ് ഉപ്പുമുളകും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഓൾറെഡി ഒരു പ്രാവശ്യം സീസൺ 1 അവസാനിച്ചിട്ട് പിന്നെ 2022 സീസൺ 2 തുടങ്ങിയത്. സീസൺ 2 തുടങ്ങിയിട്ടും നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന് ആരും വിചാരിച്ചു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിലും അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല. പക്ഷേ അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ സീസൺ 3 എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഉപ്പുമുളകും സ്റ്റാർട്ട് ചെയ്യണം. ഇതിപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. അത് കുറേ ഫാൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞതായിട്ടും നമുക്ക് കമൻറ്റ് വന്നതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ അങ്ങോട്ട് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും സീസൺ 2 അവസാനിപ്പിച്ചിട്ട് സീസൺ 3 എന്ന് പറഞ്ഞ് പുതിയതായിട്ടൊരു സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുള്ളതാണ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ മുടിയനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ കഥയിൽ വരുത്തിയാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഫ്ലവേഴ്സിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ചക്കപ്പഴം എന്നൊരു സീരീസ് സീസൺ 1 സുമേഷ് എന്നൊരു കഥാപാത്രത്തിന് കല്യാണമൊക്കെ കഴിഞ്ഞതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സീസൺ 2 ആരംഭിക്കുമ്പോൾ വീണ്ടും സുമേഷിന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന രീതിക്കാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലത്തെ ഒക്കെ ഒരു മാറ്റങ്ങൾ ചെറുതായിട്ട് ഉപ്പുമുളകിലും വരുത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഏതായാലും ഉപ്പുമുളകിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ദയനീയാവസ്ഥ മാറി എത്രയും പെട്ടെന്ന് അടിപൊളിയാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ ഉപ്പുമുളകിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ക്യാരക്ടർ ആരെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.